എം ശ്രീ വിവാദങ്ങൾക്കിടെ AKG സെന്ററിൽ നിർണായക കൂടിക്കാഴ്ച. CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം.പി. ഗോവിന്ദൻ, LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ എന്നിവർ ചർച്ച നടത്തുകയാണ്. വി.വി. അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, നമ്മൾ നേരത്തെ തന്നെ ഇത് സൂചിപ്പിച്ചിരുന്നു, നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇതാ നടക്കുന്നു AKG സെന്ററിൽ. പ്രധാനപ്പെട്ട CPM, CPI നേതാക്കളെല്ലാവരും ആ ചർച്ചയിലുണ്ട്. ഒരു അനുനയ നീക്കം, സമവായ നീക്കം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ തന്നെയുള്ള നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ, അതുമായി ബന്ധപ്പെട്ട് അവരെ എത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ നിർണായകമായ ചർച്ച നടക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശം? ഏറ്റവും നിർണായകമായ ചർച്ചയാണ് ഇപ്പോൾ AK സെന്ററിൽ ആരംഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് AK സെന്ററിലെത്തി. CPMന്റെ ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും AK സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണനും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ 4 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. സ്വാഭാവികമായും മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, തലസ്ഥാനത്തുള്ള മറ്റ് സെക്രട്ടറി അംഗങ്ങളോടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുന്നു. മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത് 3:30 മണിയിലേക്ക് എത്താൻ. 3:30 മണിക്കാണ് മന്ത്രിസഭാ യോഗം. CPI അനുനയിപ്പിക്കാൻ വേണ്ടി മാത്രം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം 3:30യിലേക്ക് മാറ്റുകയായിരുന്നു. ആ യോഗത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവസാനവട്ട സമവായ ചർച്ചകളുടെ ഭാഗമായി തന്നെയാകണം എന്താണ് CPIക്ക് മുന്നിൽ ഇനിയും വയ്ക്കാവുന്ന ഒരു ഓഫർ, എന്താണ് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാവുന്ന ഒരു വാഗ്ദാനം എന്ന കാര്യമാകും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. തിങ്കളാഴ്ച മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടായാലും ഇതുപോലെ AK സെന്ററിലെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ അവിടെ നിന്ന് ഉള്ള തീരുമാനവുമായി ആലപ്പുഴയിൽ CPI നേതാക്കൾക്ക് മുന്നിലെത്തുമ്പോൾ അവർ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ സമവായ ഫോർമുല തള്ളിക്കളയുകയായിരുന്നു. തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കത്തുകൂടി മുഖ്യമന്ത്രിക്ക് നൽകി. മന്ത്രിസഭയെ ഇരുട്ടു നിർത്തിക്കൊണ്ടുള്ള തീരുമാനം തീർത്തും അനുചിതമാണ്. അവിടെ ഒരു കുരുക്ക് കൂടി CPIന്മേൽ വീഴുകയായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ചർച്ചയിൽ സമവായ വഴികൾ തുറക്കാൻ തന്നെയാകും എന്ന പ്രതീക്ഷയാണ് ഇരു പാർട്ടികളുടെയും നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. രണ്ടുപേർക്കും പ്രശ്നപരിഹാരം എന്ന ആഗ്രഹമുണ്ട്. 2 പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ച. ഒന്ന് AKG സെന്റർ, അല്പസമയത്തിനകം MN സ്മാരകവും സജീവമാവും. ഇപ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള നേതാക്കളൊക്കെ, PP സുരേന്ദ്രൻ നേതാക്കളൊക്കെ ഇവിടെ, സത്യൻ മൊഗീൽ ഉൾപ്പെടെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകാതെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റ് നേതാക്കളും ഇവിടെ എത്തും. സെക്രട്ടറി അംഗങ്ങൾ തലസ്ഥാനത്തുള്ളവർ ഓഫീസിലേക്ക് എത്തണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ ബിനോയ് വിശ്വം നൽകിയിരുന്നു. 2 പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അതിനിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. AK സെന്ററിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. CPM എന്ത് പുതിയ ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഈ PMC കരാർ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ CPI മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ അത് കഴിയില്ല എന്ന് പറഞ്ഞ CPM അതിനോടടുത്ത് എന്തെങ്കിലും കാര്യം, അതായത് ഈ കരാർ തുടരാൻ താല്പര്യമില്ലെന്നെങ്കിലും കേന്ദ്രത്തെ കത്തിലൂടെയെങ്കിലും അറിയിക്കുക, നീക്കമൊക്കെ CPM നടത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അരുൺ, ഈ PMC പദ്ധതിയിൽ കേന്ദ്രവുമായി ഒപ്പിട്ട ധാരണാപത്രം റദ്ദാക്കണമെന്നുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആവശ്യം മാത്രമേ CPIക്ക് മുൻപിലുള്ളൂ. അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് CPI പറയുമ്പോൾ ഇപ്പോൾ ചേരുന്ന CPM യോഗത്തിൽ ഏറ്റവും പ്രധാനമായും മുതിർന്ന നേതാക്കൾ എല്ലാവരും AKG സെന്ററിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ഫോർമുല മുന്നോട്ട് വയ്ക്കുമെന്നത് തന്നെയാണ് അറിയേണ്ടത്. ഫോർമുല തന്നെയാണ് അറിയേണ്ടത്. ഫോർമുല CPM വെച്ച ഒരു ഫോർമുല, മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒരു ഫോർമുല CPI പാടെ തള്ളിക്കളഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഫോർമുലയാണ് അല്ലെങ്കിൽ ഒരു ബദൽ നിർദ്ദേശമാണ് വെക്കേണ്ടത്. അത് CPIയുടെ ആവശ്യം കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കരാറിൽ തുടരാൻ താല്പര്യമില്ലെന്ന് കത്തിലൂടെയെങ്കിലും, തികച്ചും സാങ്കേതികമാണ്, കത്തയച്ചാലും അല്ലെങ്കിൽ കരാർ പിന്മാറുന്ന സംസ്ഥാനം താല്പര്യം പ്രകടിപ്പിച്ചാലും അതിന് കഴിയില്ല. കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത് കരാർ വേണമോ വേണ്ടയോ എന്നുള്ളത്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ, നയപരമായ തീരുമാനം എന്ന നിലയിലെങ്കിലും ഒരു കത്ത് കേന്ദ്രത്തിന് അയക്കുക എന്നൊരു വഴി കൂടി ഇപ്പോൾ ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്, CPI മുന്നിലുണ്ട്. അതിന് CPM തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികം അതിലും രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാമെങ്കിൽ പോലും മുന്നണിയുടെ നിലനിൽപ്പ്, മുന്നണിയുടെ ഐക്യം ഏറ്റവും പ്രധാനമായി 2 പാർട്ടികളും കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ന് അത്തരത്തിലൊരു സമവായ വഴി തുറന്നിരിക്കും. 3:30ക്ക് നടക്കേണ്ട മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി രാവിലെ 10 മണിക്ക് ഒരു നിർണായകമായ യോഗം സെക്രട്ടറി ചേരുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊച്ചിയിൽ മാറ്റിവെച്ച യോഗം ചേരുന്നുണ്ട്. അതിൽ CPIയുടെ 2 മന്ത്രിമാർ P. പ്രസാദും GRNലും പങ്കെടുക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനമായ രാഷ്ട്രീയ
നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഇവർ തമ്മിൽ കാണുന്നുണ്ട്. 4 മന്ത്രിമാരും പങ്കെടുക്കേണ്ടത് തന്നെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ധാരണയും തീരുമാനവും ഒക്കെ അത് നടപ്പാകാതിരിക്കണമെങ്കിൽ CPM-ൽ നിന്ന് കൃത്യമായ ഒരു ഉറപ്പ്, വളരെ വ്യക്തമായ കോൺക്രീറ്റായ ഒരു ഉറപ്പ് തന്നെ ലഭിക്കണം. അത് CPI നേതാക്കൾക്ക്, CPI നേതൃത്വത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഉറപ്പ് തന്നെ വേണം. അത് എന്ത് എന്ന ചർച്ചകളാണ് ഇപ്പോൾ. എന്ത് ഉറപ്പ് കൊടുത്ത് CPI അനുനയിപ്പിക്കാമെന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഒരു തരത്തിലും ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല, CPI അവിടെ വഴി നോക്കട്ടെ എന്ന് തീരുമാനിക്കണം. 2-1 തീരുമാനിക്കാനുള്ള യോഗമായി തന്നെ ഇപ്പോൾ AK സെന്ററിലെ നിർണായകമായി കൂടിക്കാഴ്ചയെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഭവ്യ, അതാണ് ഇന്നലെ വരെ നടന്ന ചർച്ചകളെല്ലാം വിഫലമായിരുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച വിഫലമായിരുന്നു. മറ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയെല്ലാം വിഫലമായിരുന്നു. CPM ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച വിഫലമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ യോഗം PM ശ്രീ വിവാദങ്ങൾക്കിടെ നടക്കുകയാണ്. AKG സെന്ററിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്, LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവരെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ത് സമവായം, എന്ത് ഫോർമുല CPIക്ക് മുൻപിൽ വെക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഈ യോഗം ഏറെ നിർണായകമാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. BB അരുണാണ് വിവരങ്ങൾ നൽകിയത്.